2019 scheme S5 computer science students November 2025 സിസ്റ്റം സോഫ്റ്റ്വെയർ എക്സാം ഇന്ന് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈസി ആയിരുന്നോ, ഈ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പാർട്ട് എയിൽ നിന്ന് തുടങ്ങുകയാണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ നമുക്കറിയാം, ഒരു ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത് SAC/XC ആർക്കിടെക്ചർ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 മൊഡ്യൂൾസ് അസംബ്ലർ, ദെൻ ലിങ്കർ ലോഡർ, ദെൻ ഫൈനലി ടെക്സ്റ്റ് എഡിറ്റർ, ഡീബഗർ, ഡിവൈസ് ഡ്രൈവർ. ഓക്കെ, സോ നമ്മുടെ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ why system software must remain closely tied to the hardware architecture. മെഷീൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് സ്മൂത്ത് ആയിട്ട് അത് നടക്കണമെങ്കിൽ അത് സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെ വേണം. അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അങ്ങനെയല്ല. ഓക്കെ, അത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തമ്മിൽ കമ്പാരിസൺ ആണ് അവിടെ എഴുതേണ്ടത്. വേറെസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡസ് നോട്ട്. ഓക്കെ, പ്രൊവൈഡ് ഓൺ എക്സാമ്പിൾ ഈച്ച്. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. അഡ്രസ്സിംഗ് മെക്കാനിസം ആണ് ഉദ്ദേശിക്കുന്നത്. അഡ്രസ്സിംഗ് മെക്കാനിസം SAC-യുടെയും SAC/XC-യുടെയും മെക്കാനിസംസ്. അഡ്രസ്സിംഗ് മെക്കാനിസം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ടേബിളിൽ ലെഫ്റ്റ് റൈറ്റ് 3 പോയിന്റ്സ് എഴുതാം. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ബേസിക് ഫങ്ഷൻസ്. സെക്കൻഡ് മൊഡ്യൂൾ ആണ്. ബേസിക് ഫങ്ഷൻസ് പെർഫോം ബൈ എ 2-pass അസംബ്ലർ. 2-pass അസംബ്ലറിന്റെ ബേസിക് ഫങ്ഷൻ 2 ലൈൻസിൽ 2 പോയിന്റ്സിൽ എഴുതാൻ പറ്റുന്ന കാര്യമാണത്. ഓപ്കോഡ് റീഡ് ചെയ്യുന്നു, അതിനെ കൺവേർട്ട് ചെയ്യുന്നു, ഓപ്പറാൻഡ്സിന്റെ അഡ്രസ്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെറിയൊരു ട്വിസ്റ്റ് വന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then fourth, briefly explain the structure and purpose of the header record, text record and end record of an object program. ഈ 3 റെക്കോർഡിനും സ്ട്രക്ചർ ഉണ്ട്. അത് ഡയറക്റ്റ്ലി എഴുതുക. ഓരോ റെക്കോർഡിനും ഓരോ മാർക്ക് വീതം. Okay, what is program relocation? Briefly explain why relocation is required in assembler. Third module, direct question ആണ്. മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം റീലൊക്കേഷൻ, മോഡിഫിക്കേഷൻ റെക്കോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. റീലൊക്കേറ്റബിൾ പ്രോഗ്രാം ആണ് മെജോറിറ്റി നമ്മൾ എഴുതുന്നത്. സോ അവിടെ പ്രോഗ്രാം റീലൊക്കേഷൻ്റെ ആവശ്യം വരും, മോഡിഫിക്കേഷൻ റെക്കോർഡിന്റെ ആവശ്യം വരും. ഡിഫൈൻ എ ലിറ്ററൽ ആൻഡ് എ പ്രോഗ്രാം ബ്ലോക്ക്. ഹൗ ഡസ് ഈച്ച് എഫക്ട് ദ വേ മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ഡ്യൂറിംഗ് അസംബ്ലി. ലിറ്ററൽസ് എന്താണെന്ന് എഴുതുക. ലിറ്ററൽസ് നമുക്കറിയാം കോൺസ്റ്റൻസ് ആണ് ലിറ്ററൽസ് ആയിട്ട് പറയുന്നത്. പ്രോഗ്രാം ബ്ലോക്കിനകത്ത് ലിറ്ററൽസ് എഴുതുന്ന സമയം അവിടെ ഉണ്ടാവുന്ന ഇഷ്യൂ ആണ് ചോദിക്കുന്നത്. അത് എല്ലാവർക്കും എഴുതാൻ പറ്റണമെന്നില്ല. ഓക്കെ, ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റീലൊക്കേഷൻ ഇൻ ലോഡേഴ്സ്. അസംബ്ലറിനകത്ത് പ്രോഗ്രാം റീലൊക്കേഷനും മോഡിഫിക്കേഷൻ റെക്കോർഡും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലോഡറിനകത്ത് എത്തുമ്പോൾ നിങ്ങൾക്കത് ഈസിയാണ്. കാരണം ഈ റീലൊക്കേഷൻ കോൺസെപ്റ്റ് രണ്ടിടത്തും സെയിം തന്നെയാണ്. എക്സ്പ്ലെയിൻ ഹൗ എ റീലൊക്കേഷൻ ബിറ്റ് ഈസ് യൂസ്ഡ്. കാരണം ഇവിടെ ലോഡറിനകത്ത് റീലൊക്കേഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. യൂസിങ് മോഡിഫിക്കേഷൻ റെക്കോർഡ് ആൻഡ് യൂസിങ് റീലൊക്കേഷൻ ബിറ്റ്. ഓക്കെ, സെക്കൻഡ് ആണ് വേണ്ടത്. റീലൊക്കേഷൻ ബിറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, അതാണ് 7th ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. ലോഡറിന്റെ ഒരു ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ലൈബ്രറി സെർച്ച്. അതിന്റെ യൂസേജ് എന്താണ്? ഓക്കെ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 9th ക്വസ്റ്റ്യൻ ഓൾസോ കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ്. പൊസിഷനും മാക്രോ പാരാമീറ്റേഴ്സും ഉണ്ട്, കീവേഡ് മാക്രോ പാരാമീറ്റേഴ്സ് ഉണ്ട്. കീവേഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ കോൾ ചെയ്യാൻ പറ്റും. സോ അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ഡിഫൈൻ ചെയ്യുക, എക്സാമ്പിൾ എഴുതാം. ഓക്കെ, ലിസ്റ്റ് എനി 3 ഡീബഗിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റേറ്റ് 1 ലൈൻ ഡിസ്ക്രിപ്ഷൻ ഫോർ ഈച്ച്. ഏതെങ്കിലും 3 ഡീബഗിംഗ് മെത്തേഡ്സ് എഴുതുക. ഏതെങ്കിലും 3 മെത്തേഡ്സ് എഴുതുക. ഓരോന്നിനെ കുറിച്ചും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓക്കെ, പാർട്ട് എ നോക്കുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ, ഈ 3 ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ടഫായിട്ട് തോന്നിയത്, കമ്പാരിറ്റീവ്ലി ടഫായിട്ട് തോന്നിയത്. ബാക്കി 7 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എക്സാംസ്, ഈ കഴിഞ്ഞ എക്സാംസ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പാർട്ട് എയിൽ 7 ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും, 3 ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു. ആ ഒരു പാറ്റേണിൽ ഇപ്പോൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞത്. ദെൻ പാർട്ട് ബി നമുക്ക് നോക്കാം. പാർട്ട് ബിയിൽ ആദ്യം പറയുന്നത് 11th A ക്വസ്റ്റ്യൻ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നീറ്റ് ബ്ലോക്ക് ഡയഗ്രാം ഡിസ്ക്രൈബ് ദ ആർക്കിടെക്ചർ ഓഫ് ദ SAC മെഷീൻ. SAC ആർക്കിടെക്ചർ ആണ് വരയ്ക്കേണ്ടത് വിത്ത് ഡയഗ്രാം. എക്സ്പ്ലെയിൻ ഹൗ ദ ലിമിറ്റഡ് രജിസ്റ്റർ സെറ്റ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസൈൻ ഓഫ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. SAC-യുടെ ലിമിറ്റേഷനുകൾ ചോദിക്കുന്നുണ്ട്. SAC നമുക്കറിയാം മെമ്മറി വളരെ കുറവാണ്, 2⁻15 മാത്രമേ ഉള്ളൂ. സോ അവിടെ വളരെ കുറച്ച് രജിസ്റ്റേഴ്സ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വളരെ കുറച്ച് അഡ്രസ് മോഡ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ പ്രോഗ്രാംസ് എഴുതാൻ സാധിക്കുള്ളൂ. നമുക്കറിയാം, ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും SAC/XC എത്തുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കൊരു ഫ്രീഡം കിട്ടുന്നത്. അവിടെയാണ് കൂടുതൽ മെമ്മറി സ്പേസ് വരുന്നതും കൂടുതൽ അഡ്രസ് മോഡ്സും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, SAC-ക്കകത്ത് ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതാ എഴുതാൻ ചോദിച്ചേക്കുന്നത്. SAC ആർക്കിടെക്ചർ ഡിസ്ക്രൈബ് ചെയ്യുക, പ്ലസ് ഈ ലിമിറ്റേഷൻ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, കൂടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 11A B 2 ക്വസ്റ്റ്യൻസ് ആണ്.
എ ആയിരുന്നു 7 മാർക്സിന്. കൂടെ ചോദിച്ചേക്കുന്നത് കമ്പയർ ഓൾ ദ അഡ്രസ്സിംഗ് മോഡ്സ് സപ്പോർട്ടഡ് ബൈ SIC/XC ആർക്കിടെക്ചർ ഫോർ ഈച്ച് അഡ്രസ്സിംഗ് മോഡ്, ഇല്ലസ്ട്രേറ്റ് ഹൗ ദ എഫക്റ്റീവ് അഡ്രസ് ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് എ സ്മോൾ എക്സാമ്പിൾ. നിങ്ങളിൽ മിക്കവരും ആർക്കിടെക്ചർ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ നല്ലതല്ല. 11 എഴുതാതിരിക്കുന്നത് നല്ലത്. 12th ക്വസ്റ്റ്യൻ നോക്കട്ടെ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് അസംബ്ലർ ഡയറക്റ്റീവ്സ് സ്റ്റാർട്ട്, EQU, യൂസ്, LTORG, CSE, CT ആൻഡ് N. ഈ ഓരോന്നിന്റെയും യൂസേജ് എഴുതുക, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. 12A കൊള്ളാം, നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 12B, a modern system uses several system software components such as assembler, loader, linker, microprocessor, text editor, debugger and device tray. Explain how these components interact during development and execution. Take a small program life cycle as an example. വേറെ ഒന്നും നോക്കണ്ട, 12th ആണ് നല്ലത്. 12th ക്വസ്റ്റ്യനിൽ A ആണെങ്കിൽ ഈസിയാണ്. B എഴുതുമ്പോൾ ഓരോ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓരോ കമ്പോണൻസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ലാസ്റ്റ് ഒരു സ്മോൾ പ്രോഗ്രാം എഴുതാൻ പറയുന്നുണ്ട്, അതിൽ 2 മാർക്സ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത്, ബാക്കി 5 മാർക്സ് അവിടെ കിട്ടും. എന്തായാലും ഔട്ട് ഓഫ് 14 നിങ്ങൾക്ക് 12 മാർക്സ് വരെ സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 12th ക്വസ്റ്റ്യൻ. പാർട്ട് ബിയിലെ ഫസ്റ്റ് എസ്സേ സേഫ് ആയിട്ടുണ്ട്. മൊഡ്യൂൾ 2 വരുമ്പോൾ 13A ചോദിച്ചേക്കുന്നത് SIC/XC പ്രോഗ്രാം ആണ്. വേണ്ട, അത് വിട്ടേക്കാം. ദെൻ കൂടെ ചോദിച്ചിട്ടുള്ളതോ 2 പാസ് അസംബ്ലറിന്റെ പാസ് 1, സിം ടാബിന്റെയും ഓപ്ടാബിന്റെയും ലിറ്റാബിന്റെയും വർക്കിംഗ് അവിടെ എഴുതണം. പാസ് 1 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അൽഗോറിതം എഴുതരുതെന്ന് ഞാൻ എക്സാം ടിപ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഗോറിതം പഠിക്കണം, പക്ഷേ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അൽഗോറിതം വന്നിട്ടുണ്ടെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ നമ്മുടെ 14th ക്വസ്റ്റ്യൻ 14A, ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഹാൻഡ് അസംബ്ലിംഗ് SIC/XE ഇൻസ്ട്രക്ഷൻ സീക്വൻസ്, ഇല്ലസ്ട്രേറ്റ് ഹൗ ടാർഗറ്റ് അഡ്രസ്, ഓപ്കോഡ് ആൻഡ് ഫ്ലാഗ്സ് ആർ കമ്പ്യൂട്ടഡ്. എങ്ങനെ ടാർഗറ്റ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെയാണ്. ഓൾസോ 14B ചോദിച്ചിരിക്കുന്നത് വിത്ത് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ഓവറോൾ സ്ട്രക്ചർ ഓഫ് എ 2 പാസ് അസംബ്ലർ ആൻഡ് ഷോ ഹൗ ഇൻപുട്ട്, ഇന്റർമീഡിയറ്റ് ഫയൽ ആൻഡ് ഒബ്ജക്ട് പ്രോഗ്രാം ഇന്ററാക്ട് ഡ്യൂറിംഗ് അസംബ്ലി. ബെറ്റർ ഓപ്ഷൻ 13th ക്വസ്റ്റ്യൻ ആണ്. 13th ക്വസ്റ്റ്യൻ തന്നെ എഴുതാം. ഓക്കെ. കാരണം ഇവിടെ ഞാൻ എക്സാം ടിപ്സിൽ പറഞ്ഞു, നിങ്ങൾ അൽഗോറിതം പഠിക്കുക. അൽഗോറിതം പഠിച്ചിട്ട് എക്സാമിന് എഴുതാൻ നിൽക്കരുത്. ഓർ ക്വസ്റ്റ്യൻ നോക്കുക. ഓർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ അൽഗോറിതം കണ്ടെയ്ൻ ചെയ്യുന്ന ക്വസ്റ്റ്യനിലേക്ക് പോകാവൂ. ഇവിടെ കമ്പാരിറ്റീവ്ലി 13 ആണ് സേഫ് സോൺ. സോ 13 എഴുതാം. 14 എഴുതിയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതിലേക്ക് പോകാം. ഓക്കെ. 13 ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ദെൻ മൊഡ്യൂൾ 3 15A, എക്സ്പ്ലെയിൻ ഹൗ കൺട്രോൾ സെക്ഷൻസ് ഇനാബിൾ മോഡുലർ പ്രോഗ്രാമിംഗ് ലിങ്കിങ്. കൺട്രോൾ സെക്ഷൻ കോൺസെപ്റ്റ് ചോദിച്ചേക്കുന്നത്, അത് എഴുതുക. ഇല്ലസ്ട്രേറ്റ് വിത്ത് എ സ്മോൾ എക്സാമ്പിൾ ഷോയിങ് 2 കൺട്രോൾ സെക്ഷൻസ് ആൻഡ് ദെയർ എക്സ്റ്റേണൽ റെഫറൻസ്. കൺട്രോൾ സെക്ഷന്റെ പ്രോഗ്രാം അത് പഠിച്ചു വെക്കാൻ ഈസിയാണ്. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ്ലി എഴുതാം. കൂടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 15B, ഡിസ്ക്രൈബ് ദ വർക്കിംഗ് ഓഫ് എ 1 പാസ് അസംബ്ലർ. വാട്ട് ലിമിറ്റേഷൻസ് ഓഫ് ദ 1 പാസ് അസംബ്ലർ മേക്ക് ദ 2 പാസ് അസംബ്ലർ പ്രിഫറബിൾ ഇൻ മോസ്റ്റ് കേസസ്. ഫോർവേഡ് റെഫറൻസ് ആണ് അവിടുത്തെ ഇഷ്യൂ. സോ അതുകൊണ്ടാണ് 2 പാസ് അസംബ്ലറിലേക്ക് പോകുന്നത്. അവിടെ അൽഗോറിതം എഴുതേണ്ട കാര്യമില്ല, വർക്കിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ മൊഡ്യൂൾ 3 15th ക്വസ്റ്റ്യൻ A ആൻഡ് B രണ്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 16th ആണെങ്കിൽ എക്സ്പ്ലെയിൻ ഹൗ എക്സ്പ്രഷൻസ് ആർ ഇവാലുവേറ്റഡ് ഇൻ അസംബ്ലർ. അസംബ്ലറിനകത്ത് എക്സ്പ്രഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ഇവാലുവേഷൻ എങ്ങനെ ചോദിച്ചേക്കുന്നത്. ഡിസ്കസ് അബ്സല്യൂട്ട് വേഴ്സസ് റിലേറ്റീവ് എക്സ്പ്രഷൻസ് ഇൻ 2 സ്മോൾ എക്സാമ്പിൾസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്രഷൻസ്, വാട്ട് ആർ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞൊരു ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എക്സ്പ്രഷൻസിൽ 2 ടൈപ്സ് ഉണ്ട്, അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ്. ഇതാ എഴുതേണ്ടത്. ഓക്കെ. അതിന്റെ ഇവാലുവേഷൻ എന്താണ്. ഓക്കെ. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 16th B വരുന്ന വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൗ പ്രോഗ്രാം ബ്ലോക്സ് ആർ അസൈൻഡ്. സംഗതി ഇത്രയേ ഉള്ളൂ. പ്രോഗ്രാം ബ്ലോക്ക്, കൺട്രോൾ സെക്ഷൻ, എക്സ്പ്രഷൻസ്, 1 പാസ് അസംബ്ലർ, ഈ 4 ക്വസ്റ്റ്യൻ ആണ് രണ്ടിടത്തരം മിക്സ് ചെയ്തേക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് വരുമ്പോൾ 5 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എക്സ്പ്രഷൻസ്, സിമ്പിൾ ഡിഫൈനിങ് സ്റ്റേറ്റ്മെന്റ്സ്, പ്രോഗ്രാം ബ്ലോക്ക്, കൺട്രോൾ സെക്ഷൻ, പിന്നെ ഒരാൾ ലിറ്ററൽസ്. ഈ 5 ഫീച്ചേഴ്സിൽ ഏതെങ്കിലും 2 or 3 ഒക്കെ ആയിരിക്കും നിങ്ങൾ റാൻഡം ആയിട്ട് പഠിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഏത് പഠിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവും, അല്ലെ? ഇവിടെയാണ് നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. നിങ്ങൾ പഠിച്ചത് തന്നെ എക്സാം വന്നിട്ടുണ്ടെന്നും പറയാനായിട്ട് സാധിക്കില്ല. എന്തായാലും പ്രോഗ്രാം ബ്ലോക്ക്, കൺട്രോൾ സെക്ഷൻ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് രണ്ടും 2 ക്വസ്റ്റ്യനിലായിട്ട് ചോദിച്ചു. കൂടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി അത് ഈസിയാണ്. 1 പാസ് അസംബ്ലറിന്റെ ഇഷ്യൂ ഫോർവേഡ് റെഫറൻസ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 15 ക്വസ്റ്റ്യൻ എഴുതുന്നതായിരിക്കും നല്ലത്. 16 എഴുതാം കേട്ടോ, നിങ്ങൾക്ക് ആ ടോപ്പിക്സ് അറിയാമെങ്കിൽ 16 കുഴപ്പമില്ല. 15 and 16 രണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ദെൻ മൊഡ്യൂൾ 4 17th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഡിസൈൻ ഓഫ് ആൻ അബ്സല്യൂട്ട് ലോഡർ. ഒന്നും ആലോചിക്കേണ്ട, ഡയറക്ട്ലി ആ ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ. ഈസി ക്വസ്റ്റ്യൻ ആണ് അബ്സല്യൂട്ട് ലോഡർ. അബ്സല്യൂട്ട് ലോഡറിന്റെ യൂസേജ് എന്താണ്,
വളരെ റെയർ ആയിട്ട് മാത്രമേ അബ്സല്യൂട്ട് ലോഡർ ഇന്ന് യൂസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താണ്? കാരണം അബ്സല്യൂട്ട് പ്രോഗ്രാം വളരെ കുറവാണ്. മെജോറിറ്റി പ്രോഗ്രാംസും റീലൊക്കേറ്റബിൾ പ്രോഗ്രാംസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെയാണ് അബ്സല്യൂട്ട് ലോഡർ യൂസ് ചെയ്യുന്നത്, ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. മെജോറിറ്റി വരുന്നത് എന്താ? റീലൊക്കേറ്റബിൾ പ്രോഗ്രാംസ് ആണ്. അതിന് വേണ്ടത് റീലൊക്കേറ്റബിൾ ലോഡർ ആണ്. ഓക്കെ, 17B. Explain the two-pass algorithm of a linking loader. Highlight the role of STAB, external symbol tab ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഡാറ്റാ സ്ട്രക്ചേഴ്സും ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് എക്സ്റ്റേണൽ റെഫറൻസ്. സോ EXT DEF EXT REF ഇതാണ് ഇവിടെ എഴുതേണ്ടത്. ടു പാസ് അസംബ്ലറിന്റെ അൽഗോറിതം ഉണ്ട്. ഇവിടെയും അൽഗോറിതം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അൽഗോറിതം നമ്മൾ പഠിച്ചിട്ട് എഴുതുന്നതിന് മുന്നേ ഓവർ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ഇപ്പോഴും 18 ദിവസം നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൽ ഏത് ബെറ്റർ എന്ന് നോക്കാം. 18A ചോദിച്ചിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിങ്കിങ് ലോഡർ, ലിങ്കേജ് എഡിറ്റർ, ഡൈനാമിക് ലിങ്കിങ്. ലോഡറിന്റെ ഡിസൈൻ ഓപ്ഷൻസിൽ വരുന്നതാണ്. മേജറായിട്ട് ഇന്ന് പഠിക്കുന്നതാണ് ലിങ്കിങ് ലോഡർ. നെക്സ്റ്റ് ലിങ്കേജ് എഡിറ്റർ, അവിടെ ലിങ്കിങ്ങും ലോഡിങ്ങും സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ ഡൈനാമിക് ലിങ്കിങ്, റൺ ടൈമിൽ OSന്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഡൈനാമിക് ലിങ്കിങ്. ഇത് മൂന്നുമാണ് ചോദിക്കുന്നത്. ഈ 3 ടൈപ്സ് ഓഫ് ലോഡറിനകത്ത് നമുക്ക് ഡയഗ്രാംസ് വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 18A ഈസി ആണ്. 18B കൂടെ നോക്കട്ടെ. Explain how program linking works in SIC/XC. Linking എങ്ങനെ വർക്ക് ചെയ്യും? Using modification record. Show how external symbols are resolved using reference methods. റഫറൻസ് വെച്ചിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു? അതൊരു പ്രോഗ്രാം ലിങ്കിങ് എന്ന് പറയുന്നത് ലിങ്കിങ്ങിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ, ഇതൊരു ഡയഗ്രാം ഉണ്ട് അവിടെ. റഫറൻസ് വരുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ആ ഡയഗ്രാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ സത്യത്തിൽ ഈസി ക്വസ്റ്റ്യൻ 18 ആണ്. 17-നെക്കാട്ടിലും 18 ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ രണ്ട് ക്വസ്റ്റ്യനും 18A ആയിക്കോട്ടെ 18B ആയിക്കോട്ടെ രണ്ടും ഡയറക്ട്ലി ടെക്സ്റ്റിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ള നോട്ട്സിനകത്തൊക്കെ ഇതിന്റെ ഡയഗ്രാംസ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 18 ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ദെൻ മൊഡ്യൂൾ 5 നോക്കുമ്പോൾ 19th ക്വസ്റ്റ്യൻ 1 പാസ് മാക്രോ പ്രോസസർ അൽഗോറിതം. ഓരോ മൊഡ്യൂളിനകത്തും അൽഗോറിതം ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് 20th നോക്കാം. ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ജനറൽ സ്ട്രക്ചർ ഓഫ് എ ടെക്സ്റ്റ് എഡിറ്റർ. ഡിസ്ക്രൈബ് ഹൗ ദ എഡിറ്റിംഗ് ബഫർ ആൻഡ് വ്യൂയിങ് ബഫർ ഇന്ററാക്ട്. ടെക്സ്റ്റ് എഡിറ്ററിന്റെ വർക്കിംഗ് ആണ്. അത് ഈസി ക്വസ്റ്റ്യൻ ഡയറക്ട്ലി എഴുതാം. 20A ടെക്സ്റ്റ് എഡിറ്റർ, 20B വന്നിട്ട് ഡിവൈസ് ഡ്രൈവർ, ക്യാരക്ടർ ഡിവൈസ് ഡ്രൈവർ, ബ്ലോക്ക് ഡിവൈസ് ഡ്രൈവർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇത് രണ്ടും പഠിക്കണമെന്ന് മസ്റ്റായിട്ട് പഠിക്കണമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 5 വേറെ ഒന്നും ആലോചിക്കേണ്ട, 20 ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഓവറോൾ നോക്കുമ്പോൾ സബ്ജക്ട് അത്യാവശ്യം ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ട് Aയിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇൻഡയറക്ട്ലി വന്നിട്ടുള്ളത്. അതുപോലെ പാർട്ട് Bയിൽ മൊഡ്യൂൾ 2 essay ക്വസ്റ്റ്യൻ ആണ് ഇച്ചിരി ടഫായിട്ട് വന്നത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡയറക്ട്ലി എഴുതാൻ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ മൈക്രോ പ്രോസസർ MBMC, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണം. MBMC എന്ന സബ്ജക്റ്റിന്റെ വീഡിയോസ് ഒത്തിരി കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സംഗതി പറയാം. ഇപ്പോൾ ഞാനൊരു എക്സാം ടിപ്സ് ഇടുന്നത്, ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് ഇടുക മീൻസ് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിടുന്നത്. ഞാൻ ആക്ച്വലി 2011 മുതൽ BTech ട്യൂഷൻസ് എടുക്കുന്ന ആളാണ്. ഇപ്പോൾ 2011 മുതൽ ഇപ്പോൾ 2025 അറൌണ്ട് 14 ഇയേഴ്സ്, 14 വർഷമായി. ഓക്കെ, ഈ 14 വർഷത്തിൽ ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ഒക്കെ ഞാനൊരു 2011, 12, 13 പഠിപ്പിച്ചു തുടങ്ങിയ സബ്ജക്ട്സ് ആണ്. ഈവൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്ത് തന്നെ ഓടി വന്ന് സ്റ്റുഡിയോയിൽ വന്നു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ സ്പോട്ടിൽ റെക്കോർഡ് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നത്. നേരത്തെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഓടി വരുന്നതല്ല. ഒത്തിരി വർഷമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ത്രൂ കിട്ടുന്നതാണ് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിന്റെ ആൻസർ എന്താണ്. അല്ലാതെ ഞാൻ നേരത്തെ ഇരുന്ന് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വരുന്നതല്ല. പറഞ്ഞു വന്നത് MBMC എന്ന സബ്ജക്റ്റ് ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. സോ ഞാൻ പഠിപ്പിക്കാത്തൊരു സബ്ജക്റ്റ് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത്? വെറുതെ നിങ്ങളെ പറ്റിക്കാനായിട്ട് MBMCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കി എടുത്ത് വെച്ചിട്ട് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അത് എൻ്റെ എക്സ്പീരിയൻസും കൂടെ ഇവിടെ ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാത്തത്. വെറുതെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വീഡിയോ ഇടുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഞാനിത് ചെയ്യാറ്. MSSന്റെ വീഡിയോ ഇടുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.